വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് NCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ ജേർണി ഓഫ് എ റിവർ എന്ന പാഠത്തിൻ്റെ 3ാമത്തെ പാർട്ടാണ്. നമുക്ക് ആ ബുക്കിലേക്ക് പോകാം. വെൻ എ റിവർ ഫ്ലഡ്സ്, ഒരു നദിയിൽ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ, മോസ്റ്റ് ഓഫ് ദ ടൈം, മിക്കവാറുമുള്ള കാലങ്ങളിൽ, ഐ ഫ്ലോ ജെൻലി, ഞാൻ വളരെ മൃദുവായിട്ടാണ് എഴുതുന്നത്, വളരെ സോഫ്റ്റായിട്ടാണ് എഴുതുന്നത്. ഹെൽപ്പിംഗ് ലൈഫ് ഗ്രോ ഓൾ അറൗണ്ട് മീ, അങ്ങനെ വരുമ്പോൾ ജീവജാലങ്ങളൊക്കെ ഈ നദിയോട് ചേർന്നുള്ളവയെല്ലാം നന്നായിട്ട് ജീവിച്ചു പോകും. ബട്ട് ഐ നെവർ ഫർഗെറ്റ് ദാറ്റ് ഐ ആം പവർഫുൾ, പക്ഷേ ഞാൻ പവർഫുള്ളാണ്, ഞാൻ ശക്തിമാനാണ് എന്നുള്ള കാര്യം ഞാൻ മറക്കില്ല. വെൻ ദർ ഈസ് ടു മച്ച് ഓഫ് റെയിൻ, എപ്പോഴാണോ വളരെ ശക്തമായ മഴയുണ്ടാകുന്നത്, അപ്പോഴെന്താ ചെയ്യുക? ഐ എക്സ്പാൻഡ് ആൻഡ് ബിക്കം ഫാസ്റ്റർ, ഡീപ്പർ ആൻഡ് ബിഗർ, ഞാനങ്ങ് വികസിക്കും. മീൻസ് നദിയിൽ വെള്ളമെല്ലാം നിറയും. ഐ എക്സ്പാൻഡ് ആൻഡ് ബിക്കം ഫാസ്റ്റർ, വളരെ വേഗത്തിൽ നിരകുത്തി ഒഴുകുകയായിരിക്കും. ഡീപ്പർ, ആഴത്തിൽ. ബിഗർ, വളരെ വലുതായിട്ട് നദി കൂലം കുത്തി ഒഴുകും, ശക്തമായിട്ട്. നുരയും പതയൊക്കെ ഇട്ട് നദി അങ്ങനെ ശക്തിയായിട്ട് ഒഴുകും. ഐ റോർ ത്രൂ ദ ലാൻഡ് ഫാസ്റ്റർ ആൻഡ് വൈൽഡർ ദാൻ എനിവൺ ക്യാൻ ഇമാജിൻ, ആർക്കെങ്കിലും ഇമാജിൻ ചെയ്യാവുന്നതിനപ്പുറത്തെ ശക്തിയിൽ ഞാൻ വളരെ വിസ്തൃതമായിട്ടങ്ങ് ചീറി ഒഴുകും. റോർ ത്രൂ ദ ലാൻഡ്, കരക്കോട്ട് കയറുകയെ, അലറി കുതിച്ച് വെള്ളം കയറും, എന്നിട്ടോ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാക്കും. ദിസ് ഈസ് വെൻ ഐ കനോട്ട് ഹെൽപ്പ് ഓവർഫ്ലോവിങ് മൈ ബാങ്ക്സ്, ആ സമയത്ത് എൻ്റെ തീരങ്ങളിൽ കൂടി കയറി പോകാതിരിക്കാൻ എനിക്കാവില്ല. ആൻഡ് ഫ്ലഡിങ് ലാർജ് ഏറിയാസ്, വളരെയേറെ സ്ഥലങ്ങളിലേക്ക് പ്രളയമുണ്ടാകും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. വെൻ ടു മച്ച് റെയിൻ ഫോൾസ്, എപ്പോഴാണോ വളരെ വലിയ മഴ ഉണ്ടാകുന്നത്, അപ്പോൾ ആ വെള്ളമെല്ലാം എന്നിലേക്ക് ഒഴുകിച്ചേരും. ആൻഡ് മൈ എക്സ്പാൻഡിങ് വാട്ടേഴ്സ് ഫ്ലഡ്സ് ഹൗസസ്, ഫീൽഡ്സ്, റോഡ്സ്, കോസിങ് ഗ്രേറ്റ് ഡാമേജ്, എന്നിൽ നിറഞ്ഞൊഴുകുന്ന വെള്ളം അല്ലെ ജലം നാട്ടിലും വീട്ടിലുമെല്ലാം പ്രളയമുണ്ടാക്കും. കോസിങ് ഗ്രേറ്റ് ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻ, അപ്പോൾ വളരെയേറെയായ ഡിസ്ട്രക്ഷൻസ് ഉണ്ടാകും, നാശനഷ്ടങ്ങളുണ്ടാവും. പീപ്പിൾ ആൻഡ് ആനിമൽസ് ഓഫൺ ഹാവ് ടു ലീവ് ദെയർ ഹൗസസ്, ആൾക്കാർക്കും അതുപോലെ മൃഗങ്ങൾക്കുമൊക്കെ അവരുടെ ഹോംസൊക്കെ ഇട്ടിട്ട് പോകേണ്ടി വരും, അവരുടെ വീടൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. എന്തിനാ? ടു സ്റ്റേ സേഫ്, സുരക്ഷിതമായിരിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത പേജ് നോക്കിക്കേ. മരങ്ങൾ വെട്ടി നീക്കിയിരിക്കുന്ന ഭൂപ്രദേശം കാണാം. മഴ പെയ്യുമ്പോൾ യാതൊരു തടസ്സവുമില്ലാതെ വെള്ളം ഒഴുകി നദിയിലേക്കും അരുവിയിലേക്കും ചെന്നിറങ്ങും. അപ്പോൾ മണ്ണിലേക്ക് വെള്ളം താഴാൻ സാധിക്കില്ല. അതേസമയത്ത് മരങ്ങളും പുല്ലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ വെള്ളം കുറേയെല്ലാം മണ്ണിലേക്ക് താഴും, സാവധാനമേ നദിയിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറസ്റ്റ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ട്രീസ് വിൽ കോസ് ഫ്ലഡിങ്, മരങ്ങളെല്ലാം മുറിച്ചു മാറ്റിയ വെള്ളപ്പൊക്കം വേഗത്തിലാവും. ആക്ടിവിറ്റി 5, മാച്ച് ദ കോളംസ്. നോട്ട് വൺ പ്രോബ്ലം കുഡ് എഫക്റ്റ് മോർ ദാൻ വൺ തിങ്, ഓരോ പ്രോബ്ലം തന്നിട്ടുണ്ട്, അതിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണെന്ന് പറയണം. ഒന്ന് ഫ്ലഡിൻ്റെ പ്രോബ്ലമാണ്, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ. ഡേർട്ടി വാട്ടർ ഉണ്ടാവും, ഡേർട്ടി വാട്ടർ ഉണ്ടായാലോ സേഫ് ഡ്രിങ്കിങ്ങിനെ എഫക്റ്റ് ചെയ്യും, നല്ല വെള്ളം കുടിവെള്ളം ഇല്ലാതാവും. പിന്നെയോ ഡേർട്ടി വാട്ടർ ആയതുകൊണ്ട് പീപ്പിൾസ് ഹെൽത്തിനെ ബാധിക്കും, ഇല്ലേ? ദെൻ ബ്രോക്കൺ റോഡ്സ്, രണ്ടാമത്തെ ബ്രോക്കൺ റോഡ്സാണ്. ബ്രോക്കൺ റോഡ്സ് എന്നിവയൊക്കെ ബാധിക്കും, ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ടിനെ ബാധിക്കും, ഫുഡ് സപ്ലൈയെ ബാധിക്കും. അടുത്ത് ലോസ്റ്റ് ക്രോപ്സ്. ലോസ്റ്റ് ക്രോപ്സ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പീപ്പിൾസ് ഹെൽത്തിനെ ബാധിക്കും, ഫുഡ് സപ്ലൈയെ ബാധിക്കും. ദെൻ നോ ഇലക്ട്രിസിറ്റി, ലൈറ്റ്, ഫാൻസ് ആൻഡ് ഫോൺസ് അതൊന്നും വർക്ക് ചെയ്യാതാവും, അതിനൊക്കെ എഫക്റ്റ് ചെയ്യും. സ്പ്രെഡ് ഓഫ് ഡിസീസസ്, അതെന്തിനെ ബാധിക്കും? പീപ്പിൾസ് ഹെൽത്തിനെ ബാധിക്കും. ഡാമേജ് ഹോംസ്, ഷെൽട്ടർ ഫോർ ദ പീപ്പിൾസിനെ ബാധിക്കും. സ്കൂൾസ് ഷട്ട്സ്, അപ്പോഴോ എന്താ പറ്റുന്നത്? ലേണിങ്ങിനെ ബാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളറിയാം കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.